ഇവിടെ ഗെയിൽ പൈപ്പ് ലൈനും ഇതുപോലെ തന്നെയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മളോടൊപ്പം തുടങ്ങാൻ പുറപ്പെട്ടവർ അവരെല്ലാം പൂർത്തിയാക്കി. എപ്പോൾ? 2011-16 കാലമാണ് ഞാൻ പറയുന്നത്. പൂർത്തിയാക്കി വാതകം അതിലൂടെ പോക്ക് തുടങ്ങി. നമ്മളെവിടെ എത്തിയില്ല. നമ്മൾ തുടക്കം കുറിച്ചു, പിന്നെ ഒരിഞ്ച് മുന്നോട്ട് പോയില്ല. എന്തേ കാര്യം? ആളുകളുടെ എതിർപ്പ് എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നു. ഇപ്പോഴോ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആളുകൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമോ എന്നത് ഒരു വെല്ലുവിളിയായി എടുക്കേണ്ട പ്രശ്നമില്ല. ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, സാധിക്കും, നമുക്ക് അത് പ്രവൃത്തിപഥത്തിൽ എത്തിച്ചുകൊണ്ട് കാണാം എന്നും പറഞ്ഞു. അതെത്തി. ഇപ്പോൾ ഗ്യാസ് സുഗമമായി അതിലൂടെ പോകുന്നു. മാത്രമല്ല, അവിടെ നമ്മുടെ കേരളത്തിലെ പല അടുക്കളകളിലും ഇപ്പോഴാ ഗ്യാസ് പാചകവാതകമായി എത്തുന്നു. എല്ലായിടെയും എത്തിയിട്ടില്ല, എന്നാലും കുറേ അടുക്കളകൾ എത്തിക്കഴിഞ്ഞു. അത് വ്യാപകമാകാൻ പോകുന്നു. കാരണം പാചകവാതകവും ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ ഇതിന് വിലക്കുറവാണ്. വലിയ തോതിൽ വ്യാപിക്കാൻ പോവുകയാണ്. ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. 2016 LDF അല്ല അധികാരത്തിൽ വന്നത്, UDF തന്നെ തുടരുന്നു. എന്തൊരു തകർച്ചയായിരിക്കും നാട്ടിന്! ഏത് രീതിയിലുള്ള തകർച്ചയായിരിക്കും! കടുത്ത നിരാശയിലായിരുന്നില്ലേ ആളുകൾ? ഇപ്പോൾ കോവളത്തുനിന്ന് പുറപ്പെട്ട് ബേക്കലിലെത്തുന്ന ദേശീയ ജലപാത, ആ ജലപാത അതിവേഗതയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വടകരക്കപ്പുറം കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ചില സ്ഥലങ്ങൾ തന്നെ എടുത്ത് പുതിയ കനാൽ വേണ്ടതുണ്ട്. അതിന് കുറച്ച് താമസം വന്നേക്കാം. പക്ഷേ ഇങ്ങേ ഭാഗം ഏറെക്കുറെ ചേറ്റുവ വരെ, കോവളം മുതൽ ചേറ്റുവ വരെ ആ ജലപാത ഏതാനും കാലം കൊണ്ട് പൂർത്തിയാക്കാനാവും, ഏതാനും മാസം കൊണ്ട് പൂർത്തിയാക്കാനാവും. അപ്പോൾ കോവളം വരെയായാലോ ബേക്കൽ വരെയായാലോ അത് നാടിൻ്റെ മുഖച്ഛായ അങ്ങ് മാറ്റും. ഇത് UDFന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ മലയോര ഹൈവേ പ്രവർത്തനം നടക്കുകയാണല്ലോ. തീരദേശ ഹൈവേ പ്രവർത്തനം നടക്കുകയാണല്ലോ. രണ്ടിനും കൂടി 10,000 കോടി രൂപയാണ് വേണ്ടത്. ആ 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തിയിരിക്കുന്നത്, കിഫ്ബി മുഖേന. അതെല്ലാം പൂർത്തിയാകുമ്പോൾ സ്ഥിതി നോക്കൂ. നാടിൻ്റെ യാത്രാ സൗകര്യം വർദ്ധിക്കണ്ടേ? നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമല്ലേ? വിവിധ മേഖലകൾ വികസിച്ചു വരുന്നതിന് യാത്രാ സൗകര്യം കൂടണമല്ലോ. അതിൻ്റെ ഭാഗമായല്ലേ ഓരോ മേഖലയിലും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കുന്നത്. ഇപ്പം ജലപാത പൂർത്തിയാകുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല, നല്ല നിലയിൽ ചരക്കുകളും അത് കയറ്റിയിട്ടുള്ള വള്ളങ്ങളും ആ ജലപാതയിലൂടെ പോകാൻ സാധിക്കും. ഇപ്പോൾ പഴയ വള്ളങ്ങളുടെ അവസ്ഥയല്ലാലോ. ബാർജ് മുഖേന കണ്ടെയ്നറുകൾ തന്നെ കൊണ്ടുപോകാവുന്ന അവസ്ഥയാണല്ലോ. എന്തും ഈ മാർഗത്തിലൂടെ കൊണ്ടുപോകാലോ.
അപ്പോൾ നാടിൻ്റെ മാറ്റം എങ്ങനെയായിരിക്കും? അത് ലോകത്തിൻ്റെ ഏത് വികസിത പ്രദേശങ്ങളോടും കിടപിടിക്കാവുന്നൊരു കേരളമാക്കി നമ്മുടെ കേരളത്തെ മാറ്റുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. ഇത് അങ്ങേയറ്റം സങ്കുചിതമായ വീക്ഷണത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് കഴിയോ? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കൂ. യു ഡി എഫ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത്? യു ഡി എഫിൻ്റെതായ തീരുമാനങ്ങൾ സ്വതന്ത്രമായിട്ട് എടുക്കാൻ കഴിയുന്ന നിലയുന്നുണ്ടോ? യു ഡി എഫിന് പുറത്തുള്ള ശക്തികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനാവൂ. ആ പുറത്തുള്ള ശക്തികളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് SDPI ആണ്. യു ഡി എഫ് ഒരു മുന്നണി എന്ന നിലക്ക് ആ മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നണിയിലൊരു പാർട്ടി എന്ന നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചില അഭിപ്രായങ്ങൾ പറയലും അത് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ അംഗീകരിച്ചു കൊടുക്കലും ഒക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു മുന്നണിക്കകത്ത് ചിലപ്പോൾ സ്വാഭാവികമായി നടന്നു വരും. ഇനി അങ്ങോട്ട് എന്താ വരാൻ പോകുന്നത്? ഇതുമാത്രമല്ല, മുന്നണിയിലെ പാർട്ടിയുടെ അഭിപ്രായമല്ല, മുന്നണിക്ക് പുറത്തുള്ളവരുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് അഭിപ്രായം വരും. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും കീഴ്പ്പെട്ടു പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കാണേണ്ടത് മഹാഭൂരിഭാഗം മുസ്ലിം ജനവിഭാഗവും തള്ളിക്കളഞ്ഞൊരു വിഭാഗമാണ്. ഈ രണ്ടിനെയും ഭൂരിഭാഗം മുസ്ലിം വിഭാഗം അംഗീകരിക്കുന്നില്ല. ലീഗിനെന്താ പ്രതിപത്തി? UDF പ്രതിപത്തി തന്നെ 4 വോട്ട്, ചില്ലറ സീറ്റ്, അതിൻ്റെ ഭാഗമായി പോരട്ടെ. അത് ഇനി മറ്റു തലങ്ങളിലേക്കെത്തും. നേരത്തെ കോലീബി സഖ്യം ഉണ്ടാക്കിയതുപോലെ ഉള്ള സഖ്യം മാത്രമല്ല, ചിലയിടങ്ങളിൽ നടക്കാറില്ലേ? മത്സരിച്ചോളൂ, ഞങ്ങളുടെ ചിഹ്നം, ഞങ്ങളുടെ സ്ഥാനാർത്ഥി, എന്നാൽ നിങ്ങൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വരും. കാരണം അത്രമാത്രം ലീഗ് കാര്യങ്ങളിൽ പിടിമുറുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എത്തിയിരിക്കുന്നു. നമ്മൾ കണ്ടില്ലേ, പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമല്ലേ നടന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായ മണ്ഡലമാണത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുന്ന ഒരു ആശ്ചര്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. കോൺഗ്രസ് ജയിച്ചു വന്നു. ആ കോൺഗ്രസിന്റെ ജയം ആദ്യം ആഘോഷിച്ചതാര്? കോൺഗ്രസ് അല്ല, ലീഗല്ല, ആദ്യം SDPI. കണ്ടില്ലേ കേരളം? അവരല്ലേ ആദ്യം ആഹ്ലാദം പ്രകടിപ്പിച്ചത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇനി അത് ശക്തിപ്പെടാനാണ് പോകുന്നത്. ലീഗിന് നേരത്തെയുള്ള സമീപനം സ്വീകരിക്കാനാകുന്നില്ല. കാരണം വല്ലാത്തൊരാർത്തി, എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് പിടിച്ചേ മതിയാവും. അത് വളരെ ശരിയാണ് എന്ന് കോൺഗ്രസ് എന്ത് മാർഗവും സ്വീകരിക്കാൻ തയ്യാർ. എവിടെയെത്തും നാട് എന്നത് നാം ആലോചിക്കണം. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ
ഗൗരവമായി ചിന്തിക്കണം.